സൂര്യൻ ലോകത്തെ പ്രകാശിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തതുപോലെ തോമസ് ലീഹ തൻ്റെ അപരിമേയമായ നന്മകൾ കൊണ്ട് നമ്മുടെ ഈ ഭാരതത്തെ, നമ്മുടെ കേരള സഭയൊക്കെ അലങ്കരിക്കുന്നുണ്ട്, പ്രകാശിപ്പിക്കുന്നുണ്ട്. ഒരു കാലത്ത് അന്ധകാരാവൃതമായ ഈ ഭാരതത്തിൽ വിശ്വാസത്തിൻ്റെ ചൈതന്യം വളർത്തി വലുതാക്കുവാൻ, നട്ടുപിടിപ്പിക്കുവാൻ, അത് ഓരോ വ്യക്തികളുടെ ഹൃദയങ്ങളിലേക്ക് വേരൂന്നി വളർത്തുവാനായിട്ട് വിശുദ്ധ തോമസ് തയ്യാറാവുക. അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ പിതാവെന്നും നമ്മുടെ അപ്പസ്തോലനെന്നും ഭാരതത്തിൻ്റെ പിതാവെന്നും സ്വർഗീയ മധ്യസ്ഥനെന്നും ധീരതയുടെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ ഏറ്റവും വലിയ വക്താവെന്നുമൊക്കെ അദ്ദേഹത്തെ നമ്മൾ വിശേഷിപ്പിക്കുക. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ അനുധാവനം ചെയ്യുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഏതാനും ചില കാര്യങ്ങൾ വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ ക്രിസ്തു എന്ന മനുഷ്യൻ്റെ ആദർശങ്ങളിലും ക്രിസ്തു എന്ന ആ വലിയ വ്യക്തിത്വത്തിൻ്റെ വിശുദ്ധിയിലും നന്മയിലും ചൈതന്യത്തിലും ശക്തമായി വിശ്വസിച്ചുകൊണ്ട് ഇവനെ അനുഗമിക്കുന്നത് എൻ്റെ ആത്മാവിന്, എൻ്റെ കൂടെയുള്ളവരുടെ ആത്മാക്കൾക്ക് ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവനെ അനുഗമിക്കുവാനായിട്ട് ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് തയ്യാറാവുകയാണ്. ഒരുപക്ഷെ ക്രിസ്തു എന്ന വ്യക്തിത്വം തൻ്റെ ചെറിയ പ്രായത്തിൽ ആ സമൂഹത്തിൽ ഒരുപാട് ചലനങ്ങൾ സൃഷ്ടിച്ച വ്യക്തിയാണ്, ക്രിയാത്മകത സൃഷ്ടിച്ചു കൊണ്ടുവന്ന വ്യക്തിത്വമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വ്യക്തിയുടെ ആദർശങ്ങളിൽ ശക്തമായി പ്രലോഭിതനായി അല്ലെങ്കിൽ ആകർഷിതനായി തോമസ് ലീഹ അദ്ദേഹത്തെ അനുഗമിക്കുമ്പോൾ വിശുദ്ധ തോമസ് ലീഹായുടെ ചൈതന്യം നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്രിസ്തു തൻ്റെ ചൈതന്യവും വിശ്വാസവും നന്മയും ആ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെയും തിരസ്കരിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവരെ കല്ലെറിയുന്ന സമൂഹത്തെ കാണുന്നുണ്ട്, അവരെ പുച്ഛിക്കുന്ന സമൂഹത്തെ കാണുന്നുണ്ട്. ഇവൻ ആര്? ഇവൻ തച്ചൻ്റെ മകനായ ജോസഫിൻ്റെ മകനായ യേശുവല്ലേ എന്നൊക്കെ പുച്ഛിക്കുന്നൊക്കെയുണ്ട്. ഇവൻ്റെ അത്ഭുത പ്രവൃത്തികളിൽ, ഇവൻ്റെ നന്മ പ്രവൃത്തികളിൽ കലിപ്പൂണ്ട് ഒരു വരേണ്യവർഗം അവിടെ രൂപീകൃതമാകുന്നുണ്ട്. അതിൽ ഫരിസേയരുണ്ടാകും, കാപ്പട്യത്തിന് മുഖമണിഞ്ഞ മത നേതാക്കളുണ്ടാകാം, വിശ്വാസത്തിന് ചൈതന്യം ഒട്ടുമില്ലാതെ മതപ്രവർത്തനം നടത്തുന്ന മറ്റുള്ള വ്യക്തികളൊക്കെ ഉണ്ടാകാം. ഇങ്ങനെയുള്ള സമൂഹത്തിൽ നീ ചെയ്യാൻ തെറ്റാണെന്ന് ശക്തമായ രീതിയിൽ പ്രഘോഷിച്ചുകൊണ്ട് നന്മ ചെയ്യുവാനായിട്ട് കടന്നു വന്ന ക്രിസ്തുവിനെ കൊല്ലുവാനായിട്ട്, ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമൂഹത്തിന് മുൻപിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനോടൊപ്പം തോമസ് ലീഹ കൂട്ടുകാരോട് പറയുന്നുണ്ട്, വരുവിൻ, അവനെ ഒരു സമൂഹം കൊല്ലുവാനായിട്ട് പദ്ധതി ഇടുന്നുണ്ട്, എങ്കിൽ നമുക്ക് അവനോടൊപ്പം പോയി മരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ ഹൈലൈറ്റ് ചെയ്യുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ശക്തനായ ഒരു സുഹൃത്തിനെ ആ തോമസ് എന്ന വ്യക്തിത്വത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുക ഹി വാസ് എ കറേജിയസ് മാൻ എന്ന് പറയുക. അതേപോലെ ധീരനായൊരു വ്യക്തിത്വമായിരുന്നു എന്ന് പറയുക, ധൈര്യമുള്ളൊരു വ്യക്തിത്വമായിരുന്നു എന്ന് പറയുക. തോമസ് ലീഹായെ സംബന്ധിച്ച് ഒരു സമൂഹം ക്രിസ്തുവിന് എതിരെ നിൽക്കുമ്പോൾ ഒറ്റ വാക്കിൽ ക്രിസ്തുവിനോട് കൂടെ നിൽക്കുവാനും മരിക്കുവാനും ഞാൻ തയ്യാറാണെന്ന് പ്രഘോഷിച്ച വ്യക്തിത്വമാണ് തോമസ് ലീഹ. അതുകൊണ്ട് തന്നെ ഈ തോമസ് ലീഹായുടെ ചൈതന്യത്തെ, വിശ്വാസത്തെ തല്ലിക്കെടുത്തുവാനോ അല്ലെങ്കിൽ നിശേഷം നശിപ്പിക്കുവാനോ ആ സമൂഹത്തിനോ അല്ലെങ്കിൽ തുടർന്നുള്ള സമൂഹങ്ങൾക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. രണ്ടാമതായിട്ട് തോമസ് ലീഹയെ കുറിച്ച് പറയുന്നത്, പലപ്പോഴും ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ തോമസ് ലീഹായെ കുറിച്ചും സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്തപ്രകാരമാണ് സംശയിക്കുന്ന തോമസ് എന്ന് പറയുക. പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു ഒരു അസ്വസ്ഥത നൽകുന്ന ഒരു പദമാണ്. തോമസ് ലീഹ സംശയിക്കപ്പെടേണ്ട വ്യക്തിത്വമല്ല. തോമസ് ലീഹ സംശയിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട്, തോമസ് ഷുഡ് ബി കോൾഡ് ആസ് എ സീക്കിംഗ് തോമസ്, നോട്ട് ആസ് എ ഡൗട്ടിംഗ് തോമസ് എന്ന് പറയുക. തോമസ് ലീഹയെ ഇപ്രകാരം വിശേഷിപ്പിക്കണമെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുക. സംശയിക്കുന്ന തോമസ് ലീഹ എന്നല്ല, പിന്നെയോ സീക്കിംഗ് അന്വേഷിക്കുന്ന തോമസ് ലീഹ എന്നാണ് വിളിക്കേണ്ടത്. ഒരുപക്ഷെ ക്രിസ്തു മരണത്തിൽ നിന്ന് നമുക്ക് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ദർശനം സമൂഹത്തിൽ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിർഭാഗ്യവശാലോ അല്ലെങ്കിൽ അവൻ്റെ ആ സമയത്താലോ തോമസ് ലീഹ അവിടെ ഉണ്ടാവാതെ പോവുകയാണ്.
ഒരുപക്ഷെ തങ്ങളെ വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു സുഹൃത്ത്, ഒരു അപ്പൻ, ഒരു പിതാവ് നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മളോട് ആബ്സെൻസ് ആണെങ്കിൽ, നമ്മുടെ അഭാവത്തിൽ വരികയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ടല്ലേ, ഓയ് ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ, വന്നു പോയല്ലോ. ഇതൊക്കെ നമ്മളൊക്കെ ചിന്തിക്കുന്ന ചിന്തയാണ്. അപ്പോൾ തോമാസ് ലീഹായുടെ അഭാവത്തിൽ ക്രിസ്തുനാഥൻ പ്രത്യക്ഷപ്പെട്ട് സമാധാനം കൊടുത്തു കഴിഞ്ഞപ്പോൾ, അത് മറ്റു ശിഷ്യന്മാർ അത് വളരെ പൊടിപ്പും തൊങ്ങലും വെച്ച് വിവരിച്ച് വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ വളരെ വേദനിക്കുന്നൊരു അനുഭവം ഉണ്ടാവുകയാണ്. അത് വേദനിക്കുന്നതാണ്. കാരണം ഞാൻ ഇത്രയോ അധികമായിട്ട് അവനെ സ്നേഹിച്ചിരുന്നു. പക്ഷേ ആ ക്രിസ്തു ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് അവനെ കാണാൻ പറ്റിയില്ലല്ലോ, അവനൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ, അവനൊന്ന് കെട്ടിപ്പിടിക്കാൻ സാധിച്ചില്ലല്ലോ. അവൻ്റെ വേദനയാണ്, അത് സംശയമല്ല. അത് ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് കടന്നത് നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മൾ സംശയിച്ചു കൊണ്ടല്ലല്ലോ നമ്മൾ ചോദിക്കുന്നത്, ഇന്ന ആൾ വന്നു, ഇങ്ങനെയുണ്ടായി എന്ന് സംശയത്തോടെ അല്ല വിളിച്ചു. പിന്നെയോ ഓ വന്നുവല്ലേ, ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ, ഒരു നഷ്ടം പോലെയാണ് പറയുക. അന്ന് മുതൽ അവൻ്റെ അന്വേഷണമാണ്. പിന്നീട് ഈ തോമാസ് ലീഹായുടെ മനസ്സ് വായിച്ചെടുത്ത യേശു ആ ശിഷ്യന് വേണ്ടി അവിടെ കുനിയാൻ തയ്യാറാവുകയാണ്. ഒരുപക്ഷെ സുവിശേഷത്തിൽ അല്ലെങ്കിൽ വചനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, പത്രോസ് ലീഹ പല സമയങ്ങളിൽ ക്രിസ്തുവിനെ തള്ളി പറഞ്ഞവനാണ്. പല സമയത്തും ഇവൻ്റെ വ്യാഖ്യാനങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാതെ അങ്ങേക്ക് ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്നും, അല്ലെങ്കിൽ കർത്താവെ ഇത് ഞങ്ങളുടെ തെറ്റുകൾ കൊണ്ടാണ് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ രീതിയിലൊക്കെ അദ്ദേഹം വീമ്പിളക്കുന്നുണ്ട്. അപ്പോൾ പരസ്യമായിട്ട് രഹസ്യമായിട്ട് ക്രിസ്തു ഈ ശിഷ്യനായ പത്രോസ് ശാസിക്കുന്നുമുണ്ട്, ശിക്ഷിക്കുന്നുമുണ്ട്. ഗെത്സമേൻ തോട്ടത്തിൽ മരണവേദന അനുഭവിച്ച് പ്രാർത്ഥിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ് നീ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് അവനെ അറിയില്ല, തള്ളി പറഞ്ഞവനാണ്. എന്നിട്ട് നമ്മൾ പത്രോസ് ലീഹായെ ഒരു ലയറായിട്ടോ അല്ലെങ്കിൽ ഒരു ചതിയനായിട്ടോ നമ്മൾ കാണുന്നില്ല, നമ്മൾ വിളിക്കുന്നില്ല. അങ്ങനെ ചതിയനായ പത്രോസ് നമ്മൾ വിളിക്കുന്നില്ലല്ലോ. അവൻ നമ്മൾ വളരെ ശക്തമായ രീതിയിൽ പ്രഘോഷിക്കുകയാണ്. അതുപോലെ തന്നെ നഥാനയേൽ എന്ന ശിഷ്യൻ ക്രിസ്തു നസ്രത്തിൽ നിന്നും വന്നു ഞങ്ങൾ കണ്ടു എന്ന് മറ്റു ശിഷ്യന്മാർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നഥാനയേൽ എന്ന ശിഷ്യൻ ചോദിക്കുന്നുണ്ട്, നസ്രത്തിൽ നിന്നും എന്തെങ്കിലും നമുക്ക് നന്മ വരുമോ എന്ന്. ആ ശിഷ്യൻ്റെ ഉള്ളിലുള്ള ഇല്ലായ്മയാണത് കാണിക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയുന്നത് നഥാനയേൽ എന്ന മനുഷ്യൻ നിഷ്കപടനായ മനുഷ്യൻ എന്നാണ്, നിഷ്കളങ്കനായ മനുഷ്യൻ എന്നാണ്. ചതിയനായ നഥാനയേൽ നമ്മൾ വിളിക്കുന്നില്ല. അങ്ങനെ ഓരോ ശിഷ്യന്മാരെടുത്തു. പിന്നെ വീണ്ടും സെബദിപുത്രന്മാരെ നമ്മൾ കാണുന്നുണ്ട്. സെബദിപുത്രന്മാർ തങ്ങളുടെ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ ഏറ്റവും മഹനീയമായ സ്ഥാനം അലങ്കരിക്കുവാനായിട്ട് യോഗ്യരാണ് എന്ന് അവർ വിശ്വസിക്കുകയും അവരുടെ മാതാപിതാക്കൾ അതിനുവേണ്ടി വക്കാലത്തുമായിട്ട് ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ക്രിസ്തുവിനോട് ചോദിക്കുന്ന ചോദ്യപ്രകാരമാണ്, അങ്ങയുടെ രാജ്യത്തിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഈ 2 മക്കളെ, മിടുക്കന്മാരാണ് അവർ, യാക്കോബ് യോഹന്നാൻ എല്ലാത്തിലും മുൻപന്തിയിലാണ്, അവരെ അങ്ങയുടെ വലതും ഇടതും ഇരുത്തണം. എന്നിട്ട് നമ്മൾ ആ സെബദിപുത്രന്മാരായ യാക്കോബിനെയും യോഹന്നാനെയും നമ്മൾ അവസരവാദികളായ ശിഷ്യന്മാർ എന്ന് വിളിക്കുന്നില്ല, സ്ഥാനത്തിനും അധികാരത്തിനും വേണ്ടി മത്സരിക്കുന്ന ശിഷ്യന്മാർ എന്ന് വിളിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇവിടെ ഉണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് നമ്മൾ തോമാസ് ലീഹായെ ഡൗട്ടിങ് തോമസ്, സംശയിക്കുന്ന തോമസ് എന്ന് വിളിക്കുക എന്നുള്ളതാണ്. അതാണ് എൻ്റെ ആശങ്ക. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് സംശയിക്കുന്ന തോമസ് അല്ല അവൻ, ധീരനായ ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന സീക്കിംഗ് തോമസ് ആയിട്ടാണ് എനിക്ക് പലപ്പോഴും ബോധ്യപ്പെടുക. അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, ഹി ഷുഡ് ബി കോൾഡ് ആസ് എ സീക്കിംഗ് തോമസ്, നോട്ട് ആസ് എ ഡൗട്ടിംഗ് തോമസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ തോമാസ് ലീഹായുടെ മക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ ഓരോ നിമിഷവും അന്വേഷിക്കുവാനുള്ള ഒരു വലിയ ശ്രമം നടത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ തോമാസ് ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലും ഇങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവട്ടെ. അത്ഭുതങ്ങളോ അടയാളങ്ങളോ മാത്രം കണ്ട് വിശ്വസിക്കുന്ന വ്യക്തികളായി മാറാതെ വിശ്വാസ ചൈതന്യത്തോടുകൂടെ നമുക്ക് ലഭിച്ച വിശ്വാസ പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും ഈ ധീരതയും ഈ ധൈര്യവും ഈ ചൈതന്യവും ഈ അന്വേഷണാത്മകതയും തുടർന്നുകൊണ്ട് പോകുവാൻ സാധിച്ചാൽ അവിടെയാണ് നമ്മുടെ പെരുന്നാളുകൾക്കൊക്കെ ആഘോഷങ്ങൾക്കൊക്കെ അർത്ഥമുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഓരോ വർഷവും ഇങ്ങനെയുള്ള 9 ദിവസം നൊവേനകൾ നമ്മൾ ആചരിക്കുന്നു, ആഘോഷിക്കുന്നു, നമ്മൾ പൈസ കൊടുക്കുന്നു, കുർബാന ചൊല്ലുന്നു, മറ്റു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, വലിയ രീതിയിൽ പെരുന്നാൾ ആഘോഷിക്കുന്നു. എന്നിട്ടും നമുക്ക് മാറ്റം വരുന്നില്ല എങ്കിൽ, 1 ഇഞ്ച് പോലും നിങ്ങൾ മാറാൻ തയ്യാറാകുന്നില്ല എങ്കിൽ, ഒരു അല്പം കൂടെ മുന്നിട്ട് എൻ്റെ യേശുവിനെ ക്രിസ്തുവിനെ അന്വേഷിക്കുവാനുള്ള ശ്രമത്തിൽ ഞാൻ വിജയിക്കുന്നില്ല എങ്കിൽ
അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട്, അത്ഭുതമായിട്ട്, ഒരു വിശ്വാസത്തിൻ്റെ ആളിക്കത്തലായിട്ട് അത് മാറുമെന്ന് തോന്നുന്നില്ല. ആയതിനാൽ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അല്പമെങ്കിലുമൊക്കെ മാറ്റം വരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അവിടെയാണ് വിശ്വാസം തീവ്രതയിൽ കത്തിജ്വലിച്ചുന്ന ആ ഭാരതത്തിൻ്റെ അപ്പസ്തലനായ തോമാ ശ്ലീഹായുടെ ആ മാർഗം പിൻചെല്ലുമ്പോൾ, ആ തോമാ ശ്ലീഹായുടെ മാർഗത്തിലൂടെ മുന്നോട്ട് നീങ്ങി ഞാനും ആ പിതാവും ചേർന്ന മകനാണ്, മകളാണെന്ന് ധീരമായിട്ട് ധൈര്യത്തോടെ വിശ്വാസത്തോടെ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെയാണ് നമുക്ക് തലയുയർത്തുന്നുകൊണ്ട് തോമാ ശ്ലീഹായുടെ മക്കളെന്ന് അഭിമാനിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ മുൻപിൽ ഒരു വിശ്വാസ ദീപമായിട്ട്, എങ്ങനെയാണോ തോമാ ശ്ലീഹ അന്ധകാരാവൃതമായ ഭാരതത്തെ കത്തിജ്വലിച്ച് പ്രകാശമാക്കി മാറ്റിയത് എന്നതുപോലെ എൻ്റെ ചുറ്റിലുമുള്ള അന്ധകാരങ്ങളെ, എൻ്റെ ചുറ്റിലുമുള്ള പ്രകാശം കെട്ടുന്ന അന്തരീക്ഷങ്ങളെ, ഇരുണ്ട അവസ്ഥകളെ, മനസ്സിൻ്റെ അസ്വസ്ഥതകളെ മാറ്റി അവിടെ പ്രകാശം കൊടുക്കുന്ന വലിയ ദീപങ്ങളൊക്കെ ആയിട്ട് മാറുവാൻ സാധിക്കുകയുള്ളൂ. ഈ ചൈതന്യമാണ് തോമാ ശ്ലീഹായുടെ തിരുനാളിലൂടെ നമ്മളും കരഗതമാക്കേണ്ടത്. നമുക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി ഈ ബലിയെ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിശുദ്ധ തോമാ ശ്ലീഹ വഴിയായി ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.